അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അൻവറോട് സംസാരിച്ചു, മറ്റ് നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇതിനകത്ത് മുന്നണിയിലേക്ക് ഒരു ഘടകകക്ഷി എടുക്കുമ്പോൾ അതിന്റേതായ ചില ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട്. അതൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ്. ഡൽഹിയുടെ അനുവാദം തേടണം, മറ്റ് ഘടകകക്ഷിയോട് സംസാരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് അല്പം ഡിലേ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി വൈകാതെ ശുഭകരമായൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ എല്ലാവരും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്നുള്ളത് തന്നെയാണ് UDFന്റെ എന്നത്തെയും സമീപനം. ആ സമീപനം അനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാട ഷൌക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. അതിനാവശ്യമായ അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിന് ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിന് ഒരു അനൌചിത്യമുണ്ട്. അവസാന വാചകം പറഞ്ഞു, ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത്, ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. നമുക്ക് അല്ല, അത് വേണ്ട, അത് ആ പറഞ്ഞത് തന്നെ ഇനി വേണ്ട. കൂടുതൽ പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടിലേക്ക് VD സതീശൻ കടക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് കൂടി ചേർത്ത് വായിക്കണം. രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഞാൻ അൻവറിനോടും കോൺഗ്രസ് നേതാക്കന്മാരോടും സംസാരിച്ചു, ഇതിൽ അനുനയപ്പെട്ടു പോകാം എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ VD സതീശന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അതല്ല പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കാൻ അതിലേക്ക് വീണ്ടും അല്ല, അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. അത് രമ്യമായി പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും, ഇതാ ഞാൻ പറഞ്ഞേ, ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. അല്ല, അതുകൊണ്ട് ഏതായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് ഈ കേരള ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിനാണ് മുൻതൂക്കം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു സ്വരവുമില്ല. ഞങ്ങൾ രണ്ടുപേരുടെ സ്വരം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെയും എന്റെയും സ്വരം ഒന്ന് തന്നെയാണ്. രണ്ടുപേരുടെയും അഭിപ്രായം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിലൊന്നും ഒരു അഭിപ്രായം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, അന്ന് UDF യോഗം കൂടി പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി. അതിന്റെ കാരണം എല്ലാ ഘടകകക്ഷികളോടും സംസാരിക്കണം, അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ സംസാരിക്കണം. കാരണം അദ്ദേഹം ഒരു നാഷണൽ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, തൃണമൂൽ കോൺഗ്രസ്. അപ്പൊ അതിന് ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ അനുവാദം വാങ്ങണം. അങ്ങനെയുള്ള ചില ഫോർമാലിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇതിനല്പം കാലതാമസം ഉണ്ടായത് എന്നുള്ളതാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. അല്ലാണ്ട് അതിനകത്ത് പ്രതിപക്ഷ നേതാവ് വ്യക്തിപരമായി ഒരു നിഷ്ഠക്കേടും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അതിന്റേതായ ഒരു കാലതാമസം ഉണ്ടാകും സ്വാഭാവികമായി. അതിപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ചില കാര്യങ്ങളിൽ അങ്ങനെ കാലതാമസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് VD സതീശനെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കുക, അല്ലാണ്ട് നമ്മൾ എഴുതിയിൽ എന്നെ ഒഴിക്കുകയല്ല ആവശ്യം. രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കും. KC വേണുഗോപാലുമായി സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിലുള്ള നേതാവാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നതിനകത്ത് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അതൊന്നും കാര്യമില്ല. കേരളത്തിലെ നേതാവ് തന്നെയല്ലേ KC വേണുഗോപാൽ, അതിൽ തെറ്റൊന്നുമില്ല.
അല്ല വരട്ടെ, അത് അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2-3 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ വരുന്നത് സ്വാഭാവികമാണ്. അല്ലാണ്ട് CPM-നെ പോലെയാണ്. നിങ്ങൾ CPM-ന്റെ സ്ഥാനാർത്ഥിയെ പറ്റി ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. CPM-ന് സ്ഥാനാർത്ഥി ഇല്ലേ? ആരാ സ്ഥാനാർത്ഥി എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ 1-2 പേര് വരും. അത് സ്വാഗതം എല്ലാവരും ഏകണ്ഠമായ തീരുമാനമെടുത്ത് ഒരാളിനെ പ്രഖ്യാപിച്ചു. VS ജോയി അല്ലേ ഏറ്റവും മാന്യമായ നിലയിൽ അദ്ദേഹം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ VS ജോയിയുടെ ആ പ്രസ്താവനയെ ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് സ്വാഗതം ചെയ്തത്. അങ്ങനെയാണ് ഒരു പാർട്ടി നേതാവ് പറയേണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല, ആർക്കും ആഗ്രഹിക്കാം. പക്ഷെ പാർട്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു തീരുമാനമെടുത്താൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. മറ്റ് ഈ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം കാണാൻ ശ്രമിക്കുക. അതല്ല അതിനകത്ത് ഉണ്ടാവുമെന്ന് കരുതിക്കും. നാളെ പ്രൗഡ് കേരള, ഞാനൊരു എന്റെ നേതൃത്വത്തിലുള്ള NGO ആണ്. പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിൽ ഡ്രഗിനെതിരായിട്ട് നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ ഒരു പരിപാടി, വാക്കത്തോൺ, നാളെ രാവിലെ 6 മണിക്ക് ശ്രീനാരായണ ഗുരു, K. കരുണാകരൻ അവരുടെ പ്രതിമയുടെ ഭാഗത്തു നിന്ന്. ഏതായാലും അൻവർ വിഷയത്തിൽ ഒരഭിപ്രായമല്ല കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് എന്നുള്ളത് വ്യക്തം. ഇതിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകും, എരുതിയിൽ എണ്ണ ഒഴിക്കേണ്ട എന്ന് രമേശ് ചെന്നിത്തല വളരെ അനുനയ നടത്തുകയാണ് എന്നുള്ള മുഖഭാവത്തോടുകൂടി പറയുമ്പോൾ VD സതീശന്റെ ശരീരഭാഷ അതായിരുന്നില്ല. ഇന്നലെ പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹം അൻവർ നടത്തിയ ചില പരാമർശങ്ങൾ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാൻ പോലും കൂട്ടാക്കിയില്ല. CV അനുമോദ് ചേരുന്നു. അനുമോദ്, K. മുരളീധരൻ പറയുന്ന കാര്യം, രമേശ് ചെന്നിത്തല പറയുന്ന കാര്യമൊക്കെ ഇത് പരിഹരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അത്തരം ഏതെങ്കിലും ഒരു പരിഹാര നീക്കം അല്ലെങ്കിൽ ഒരു സമവായ നീക്കം അൻവറിന് മുന്നിലുണ്ട് എന്ന് VD സതീശൻ പറയുന്നതെന്ന് അനുമാനിക്കാൻ കഴിയുകയില്ല. എങ്ങനെയായിരുന്നു VD സതീശന്റെ പ്രതികരണം ആ ചോദ്യങ്ങളോട്? അപർണ, ഇന്ന് PV അൻവറിൻ്റെ രൂക്ഷമായ വിമർശനങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ VD സതീശൻ്റെ പ്രതികരണം മാധ്യമങ്ങൾ അന്വേഷിച്ചിരുന്നു, ആരാഞ്ഞിരുന്നു. അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് മാധ്യമങ്ങൾ മണിക്കൂറുകൾ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹം പ്രതികരിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു. തുടർന്ന് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചപ്പോൾ ഇക്കാര്യത്തിൽ പറയാനുള്ള 2 കാര്യങ്ങൾ ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതിലപ്പുറം ഒന്നും തന്നെ പറയാനില്ല. 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയാനുള്ളൂ. കൂടുതലൊന്നും തന്നെ പറയാനില്ല. ആ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിനെയും UDF-നെയും നിലപാടാണ്. അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തുകയായിരുന്നു. തുടർന്ന്